ഹലോ. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ റൂമിൽ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അശ്വിൻ ഫോൺ ചെയ്യാണ് കേട്ടോ. ഹലോ, എന്താ സർ? ശ്രുതി, നിൻ്റെ അടുത്ത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ സർ. എനിക്ക് നിന്നോട് പേഴ്സണലായിട്ട് ഒരു കാര്യമാണ് പറയാനുള്ളത്. താനിപ്പോൾ ഫ്രീ ആണോ? അതെ സർ. സാറ് പറഞ്ഞോളൂ. എനിക്ക് ഫോണിലൂടെ സംസാരിക്കാനല്ല, തന്നോട് നേരിട്ട് സംസാരിക്കാനാണ് ഉള്ളത് എന്ന് പറയണേ. അതിനിപ്പോൾ ഞാൻ എന്ന് ശ്രുതി ചോദിക്കുന്ന നേരത്ത്, ഡോണ്ട് വറി, ഞാൻ തൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്. താൻ ആ ഫ്രണ്ടിലെ ഡോറൊന്ന് തുറന്നിട്. സാർ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, താൻ ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നേ എന്ന് പറയുന്നതും നമ്മുടെ ശ്രുതി ഡോറ് തുറക്കുന്നതും അച്ഛൻ അങ്ങ് കയറി വരികയാണ് കേട്ടോ. എന്നിട്ട് അച്ഛൻ നേരെ റൂമിൽ കയറുകയാണേ. സാർ, എന്താ ഇങ്ങനെയൊക്കെ? അമ്മയോ അപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. സോ വാട്ട്? നീ എൻ്റെ ഭാര്യയല്ലേ? എനിക്ക് നിൻ്റെ അടുത്ത് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാലോ. സാറിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമോ? അപ്പോൾ അശ്വിൻ പറയും, ശ്രുതി, എനിക്ക് നിൻ്റെ അടുത്ത് സീരിയസ് ആയിട്ട് സംസാരിക്കാനുള്ളത്. എന്താണെങ്കിലും പറഞ്ഞോളൂ സർ. ഐ എം സോറി ശ്രുതി, എനിക്ക് എന്നോട് ചെയ്ത ദ്രോഹങ്ങളോർത്ത് ഞാൻ മൊത്തം ഡിസ്റ്റർബ്ഡാ. സാർ എന്നെ ദ്രോഹിച്ചെന്നോ? അതെ ശ്രുതി, ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. താൻ എൻ്റെ ഓഫീസിൽ ജോലി തേടി വന്നത് മുതൽ ഞാൻ നിന്നെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. നിൻ്റേതല്ലാത്ത തെറ്റുകൾക്ക് കൂടി ഞാൻ ഒരുപാട് നിന്നെ ദ്രോഹിച്ചിട്ടുണ്ട് ശ്രുതി. അതൊക്കെ എന്തിനാ സാർ ഇപ്പൊ പറയുന്നേ? പറയണം. അതൊക്കെ ഇപ്പൊ എൻ്റെ ആവശ്യമാണെന്ന് തോന്നി. നിന്നെ കല്യാണം കഴിച്ചത് നിന്റെ സമ്മതം ഇല്ലാതെ തന്നെ. അങ്ങനെ എന്തൊക്കെ ഞാൻ ചെയ്തു കൂട്ടി എന്നും പറഞ്ഞ് ആദ്യം നടന്ന ആ ഒരു രംഗങ്ങളൊക്കെ ഓർക്കണം കേട്ടോ. ശ്രുതി ആ ചടയിലേക്ക് തള്ളിയിടുന്നതും കൈ പിടിച്ച് വലിക്കുന്നതും എല്ലാം ഇങ്ങനെ ആലോചിച്ച് നമ്മുടെ അശ്വനാണെങ്കിൽ ആകെ ഡിസ്റ്റർബ്ഡ് ആണ് കേട്ടോ. എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് ചെന്നിട്ട് പറയും, ശ്രുതി, എല്ലാത്തിനും നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ, അത് ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ല. സാറിനെ മനസ്സോടെ അല്ലെങ്കിലും ഞാനും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അശ്വൻ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ചെയ്തത് ഓർക്കുമ്പോൾ അതൊക്കെ വെറും സില്ലിയാണ് ശ്രുതി. ഒരു വട്ടം കൂടി സോറി പറയുന്നുണ്ട് അശ്വൻ. അപ്പോൾ ശ്രുതി അത് കേൾക്കുമ്പോൾ വീണ്ടും പറയാണ്, സാർ എന്നോട് അതിന് സോറി പറയൊന്നും വേണ്ട. ഇപ്പോൾ സാറിന് എന്നോടുള്ള ഇഷ്ടം എനിക്ക് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അശ്വന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുകയാണ് കേട്ടോ. എന്നിട്ട് ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് തല രണ്ടും കൂട്ടി മുട്ടിക്കാണേ. എന്നിട്ട് അങ്ങോട്ട് കെട്ടിപ്പിടിക്കാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.